ദൈവങ്ങൾ പോലും പിണറായിക്കൊപ്പമാണെന്ന് തോന്നിപ്പോവുകയാണ്. കഴിഞ്ഞ 9.5 വർഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം അവരോധിക്കപ്പെട്ടതിന് ശേഷം എത്ര പേർ അദ്ദേഹത്തെ തകർക്കാനായി ഇറങ്ങി പുറപ്പെട്ടു. അത് കോൺഗ്രസിലാകട്ടെ, ബി ജെ പിയിലാകട്ടെ, യൂത്ത് കോൺഗ്രസ് ആകട്ടെ, യൂത്ത് ലീഗ് ആകട്ടെ, യുവമോർച്ച ആയിക്കോട്ടെ, ആരൊക്കെ എത്ര മുഖങ്ങൾ. അവർ പലരും കൊഴിഞ്ഞു പോയി. രാഷ്ട്രീയത്തിൽ അഡ്രസ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ പിണറായി വിജയൻ ഇന്നും പിണറായി വിജയനായി തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ജനപ്രീതി അല്ലെങ്കിൽ ജനപിന്തുണ അത് നാൾക്ക് നാൾ ഹിമാലയം പോലെ അല്ലെങ്കിൽ എവറസ്റ്റ് പോലെ ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോകുന്ന സാഹചര്യത്തിൽ എത്തി എന്ന് പറയേണ്ടി വരികയാണ്. ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയിൽ നീതിയുക്തമായി, സത്യസന്ധമായി, അതിനോട് ആത്മാർത്ഥമായി ഇടപെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ദൈവങ്ങൾ പോലും കവചമൊരുക്കുമെന്ന് പറയേണ്ടി വരികയാണ്. നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ. 2016 മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വരുമ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. ഉമ്മൻചാണ്ടിയൊക്കെ വെട്ടി രമേശ് ചെന്നിത്തല വരുന്നു. പിണറായിയെ തകർക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പടവാളോങ്ങി നിന്ന വ്യക്തി അദ്ദേഹമായിരുന്നു. ആര്? ചെന്നിത്തലയായിരുന്നു. 2016 നിന്ന് 2025 എത്തുമ്പോൾ എന്താണ് ചെന്നിത്തലയുടെ അവസ്ഥ? ഇന്നിപ്പോ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പുതിയ നേതൃത്വം അല്ലെങ്കിൽ പുതിയ ലീഡർഷിപ്പ് അദ്ദേഹത്തെ മൂലയിലേക്ക് ഒതുക്കി കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്.